പൊതുമുതൽ നശിപ്പിച്ചാൽ നോക്കി നിൽക്കണോ എന്നാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സഖാക്കളുടെ ക്യാപ്സൂൾ. ഒരു ദൃശ്യം കാണാം. കണ്ടല്ലോ, ലോകം മുഴുവൻ നോക്കി നിൽക്കെ കേരളത്തിൻ്റെ നിയമസഭയിൽ സംഭവിച്ചതാണ്. എത്ര പേരെ അറസ്റ്റ് ചെയ്തു, എത്ര പേരെ ജയിലിലടച്ചു. കേരളത്തിലുടനീളം ഈ SFIക്കാരും DYFIക്കാരും തച്ചു തകർത്ത കത്തിച്ച എത്രയോ ബസ്സുകളുണ്ട്, എത്രയോ പൊതുമുതലുണ്ട്. എത്ര പേർ ജയിലിൽ കടന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ SFIക്കാർ അടിക്കുമ്പോൾ മാസ് ഡ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നവരാണ്. അവരാണിപ്പോൾ PV അൻവർ ആദിവാസിയായിട്ടുള്ള ഒരാളെ ആന ചവിട്ടിക്കൊന്ന വിഷയത്തിൽ DFO ഓഫീസ് ഉപരോധിച്ച സമയത്ത് കുറച്ച് കസേരകൾ തകർത്തു എന്ന് പറഞ്ഞിട്ട് പാതിരാക്ക് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയും കാലം പിണറായി വിജയന് വേണ്ടി ജയ് വിളിക്കുകയും പിണറായി വിജയൻ കീ ജയ് എന്ന് പറയുകയും അതുപോലെ തന്നെ പിണറായിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിരുന്ന PV അൻവർ ഇടക്കാലത്ത് പിണറായിയെ വിമർശിക്കാൻ തുടങ്ങി, ഇടതുപക്ഷത്തു നിന്ന് മാറി നിന്നു. ഇതാണ് PV അൻവർ ചെയ്ത കുറ്റമെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഇങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ പ്രതികാര നടപടിയിലൂടെയാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ബംഗാളിലും ത്രിപുരയിലും എന്താണോ സംഭവിച്ചത് ആ ഗതി തന്നെയാണ് കേരളത്തിലെ സഖാക്കൾക്കും വരാൻ പോകുന്നത്. കുറേ ആളുകൾ ഇവിടെ വന്ന് പൊറാട്ടയടിക്കുന്നുണ്ട്, കുറേ ആളുകൾ അവിടെ കാട്ടിൽ പോയിട്ടാണ് രക്ഷപ്പെട്ടത്. കേരളത്തിലെ സഖാക്കൾ നാളെ തമിഴ്നാട്ടിലോ അതല്ലെങ്കിൽ വേറെങ്കിലും സ്റ്റേറ്റിലോ പോയിട്ട് പൊറാട്ട എടുക്കുന്നത് കാണേണ്ടി വരുമോ എന്നാണ് ഇപ്പോഴുള്ള ഒരു സംശയം.